ഈ കാണുന്ന സാധനമാണ് മക്കളെ ബീഫിന്റെ തലച്ചോറ്. സത്യം പറയുകയാണെങ്കിൽ എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കിണ്ണം കാച്ച് കെറുമാനായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല ബീഫിന്റെ കീമയുണ്ട്. കുറെ കാലമായിക്കണം മക്കൾ ഈ ജാതി സാധനങ്ങളൊക്കെ എവിടെ കിട്ടുക എന്നുള്ളത്. ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ മഞ്ചേരിയിലുള്ള ലഹം കബാബിലാണ്. ഇവിടെ കയറി ചെന്നപ്പോഴാണ് ഇവിടുത്തെ ഓരോരോ അത്ഭുതങ്ങൾ കണ്ട് ഞെട്ടിപ്പോയത് കേട്ടോ. ബീഫിന്റെ റിബ്സ്, ബീഫിന്റെ ബ്രെയിൻ, പോരാത്തിന് ബീഫിന്റെ കീമയുണ്ട്. അത് മാത്രമല്ല ബീഫിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ടിക്കയുണ്ട്, കബാബൊക്കെ ഉണ്ട്. എന്റെ നാടായ കോടൂരിൽ നിന്നും ബീഫിന്റെ ബ്രെയിൻ കഴിക്കാൻ വേണ്ടി മാത്രം നിയത്ത് വെച്ച് മഞ്ചേരിയിലേക്ക് വന്നാണ് മക്കൾ. ഞങ്ങൾ അവിടുന്ന് സെലക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ബീഫിന്റെ കീമയും ബീഫിന്റെ ബ്രെയിനും പിന്നെ മസാല കുൽച്ചയും. ആ ബ്രെയിൻ എടുത്ത് ഒന്നങ്ങോട്ട് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്റെ മോനെ എന്തൊരു സോഫ്റ്റ്നെസ് ആണ്. ഇത്രയും നല്ലൊരു ബീഫിന്റെ ബ്രെയിൻ ഇപ്പൊ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. അജ്ജാതി കിണ്ണം കാച്ചി കെറുമാണിയിട്ട് തന്നെ മസ്റ്റ് ട്രൈ ആണ് മക്കളെ, മസ്റ്റ് ട്രൈ ആണ്. ആ റൊട്ടി എടുത്തിട്ട് ഒന്നങ്ങോട്ട് കേറിയിട്ട് നമ്മുടെ ആ തലച്ചോറും കൂട്ടി അടിക്കണം മോനെ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ കുൽച്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ട്രൈ ആക്കിയ ഒരു സാധനമാണ് ഈ കാണുന്ന ബീഫിന്റെ കീമ. ഇതിന്റെ ക്വാളിറ്റിക്കാണ് മക്കളെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മുടെ ആശയൊക്കെ കഴിച്ച് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കണം മക്കൾ. ആ ജാതി കിണ്ണം കാച്ചായിട്ട് ഈ ഒരു സാധനം നമ്മുടെ പ്രവാസികൾക്ക് കണ്ട ഒരുപാട് മനസ്സിലാകും. മഞ്ചേരിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത് കേട്ടോ. സത്യം പറയാമല്ലോ വയറും മനസ്സൊക്കെ നന്നായിട്ട് നിറഞ്ഞു മക്കൾ. ഒരു രക്ഷയിലെ കിണ്ണം കാച്ച് കിറുമാണ് ജിഞ്ചിന്നാക്കടയിട്ട് മസ്റ്റ് ട്രൈ. സ്പോട്ട് മറക്കേണ്ട സ്റ്റാൻഡിലുള്ള ലഹം കബാബ്.